ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാച്ചിയമ്മ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ ലിതിയമ്മ ഒരുങ്ങിയിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. ഏലിക്കുട്ടിയമ്മ ഒരുങ്ങി സുന്ദരിയായി. ഇവർ ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു പള്ളിയിൽ എത്ര മണി വരെ ഉണ്ടമ്മ? 2 മണി വരെ ഉണ്ട്. പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പോകാത്തത്. ഇതിമോള് പിന്നെ അവിടെ വന്ന് ഇന്ന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ, കുറേ നേരം ഉള്ളതുകൊണ്ട് ഇന്നലെ തന്നെ കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ കുറച്ചു നേരം ഉള്ളു. അന്നേരം അത്ര സമയം അവൻ ഇരിക്കില്ല, കാരണം പള്ളിയിൽ പോയുള്ള പരിചയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഇരിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റൂല. ദുഃഖവെള്ളിയാഴ്ച പോകാൻ പറ്റിയില്ല. ഇന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. പിന്നെ പിള്ളേര് വന്ന് രാവിലെ ഹാജരായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ പണിയൊന്നും ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഒരു പണിയും നമ്മൾ ദുഃഖവെള്ളിയായിട്ട്. അതെ, ഇല്ലില്ല, പറമ്പിൽ പോവില്ല. ഞങ്ങളോട് പറമ്പിലൊന്നും ഇറങ്ങിയേക്കല്ലേ എന്നും പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ. ആദിനാഥും ആൽബർട്ട് ചെരുപ്പെടുത്ത് കൊടുത്ത. അയ്യോ, മുട്ട നിർത്തിയ മുട്ട. ആദ്യക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചേക്കുമായിരുന്നേ. ഇത് ഞങ്ങളൊരു സ്ഥലത്ത് പോവാണ്. ഞങ്ങളെ ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്നൊരു സ്ഥലമാണ് കേട്ടോ, കാണിച്ചു തരാം. ആ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, നമുക്ക് നോക്കാം. അതെ, അയ്യോ, ഇത് ഒരുങ്ങിയൊക്കെ പോകുന്നത്, താഴെ വരെ ഉള്ളൂ. പ്രിൻസിയുടെ വീട് അറിയാം. പയ്യെ വന്നോ ചേച്ചി? താറാവൊക്കെ ഉണ്ട് കേട്ടോ. താറാവിന്റെ കുഞ്ഞു പയ്യെ. ആ, മൂർക്കനൊക്കെ ഉണ്ട്. നിക്ക് എന്നാ വന്നീന്, കാട്ടു വന്നീനെയോ? പിന്നെ പയ്യെ സൂക്ഷിച്ചു പോ. പാറയിൽ മൂർക്കനുണ്ടോ? എൻ്റെ പൊന്നില്ലേ, എനിക്ക് പേടിയാന്ന്. ഇവിടെയൊക്കെ നേരത്തെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അവന്മാരോടൊപ്പം അവന്മാരോട് നിൽക്കാൻ പറ. രണ്ടുപേരും പുറകിൽ വന്നിട്ട് നമ്മുടെ പുറകിൽ വാ. അവിടെ കാച്ചിലിൻ്റെ കടയാണ് കേട്ടോ ഈ കിടക്കുന്നത്. കാച്ചിലിൻ്റെ കട എന്നല്ല, കാച്ചിലാണ്. കാച്ചിൽ മൂത്ത് പോകുമ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് വള്ളി വന്നതാണ്. തമ്പുരു ഒപ്പം പോ. ആദി ആമ്പുണ്ട്, പറഞ്ഞത് കേട്ടോ പറഞ്ഞത്. എടാ തമ്പുരു നിക്കവിടെ. അവൻ പിന്നെ തന്നേക്കിലൂടെ വരുന്നതാണ്. നേരത്തേക്കിലൂടെ ഓടി ഇറങ്ങാൻ ഇപ്പോഴേ മഴയെല്ലാം വന്ന് മൊത്തം ഇതായിപ്പോയി. ചുറ്റിനതേ ഇതുണ്ടോ, ഏലക്കാടാണ് കേട്ടോ തമ്പുരുവിൻ്റെ ഒക്കെ. തമ്പുരുവിന്റെ ഏലക്കാടാണ്. അതെ, ഇതിലൂടെ അവൻ പോണവർക്ക് നേരെ പോകാതെ ഇതിലൂടെ അതിലൂടെ നീ പോ. നേരെ പോകാതെ അതിലൂടെ ഒരു സാധിക്ക പറിച്ചു നോക്കണ്ട. അത് നിക്കടാ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നേരത്തെയൊക്കെ നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. ജാതിക്ക പറിച്ച് നിന്ന് നോക്കാം കേട്ടോ, നല്ല പഴുത്തത് പറിക്കാം. ഇത് ഭാഗം ജാതിക്കയുടെ നല്ല മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ചെറിയൊരു കറയുണ്ട്. ഉപ്പൊക്കെ കുട്ടിക്കണം, ഉപ്പും മുളകും. നിലച്ച് ആടിക്കിടപ്പുണ്ട് കുറേ, നമുക്ക് പറിക്കൊണ്ട് പോയായിരുന്നു അല്ലേ. അടിപൊളി. കുറച്ച് വയറുവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ. ചില കടിച്ചതാ. തരാം ബാ. തോടുണ്ടോ അവിടെ? തോടുണ്ടോ?
എനിക്ക് അടിക്കാൻ പറ്റൂല. കടിച്ചു നോക്കട്ടെ. ഈ പല്ല കമ്പ്യൂട്ടറിൻ്റെ കടിക്കൽ നടക്കൂല കേട്ടാ. ഇതൊക്കെ അടിക്കാൻ പറ്റൂല. കഴിച്ചോ. ഓ മതി. അവനോട് വേണേ. അപ്പൊ കൊറേ ഇവിടെ നിലത്തൊക്കെ ചാടിക്കിടപ്പുണ്ട്. കൊറേ നിലത്തൊക്കെ ചാടിക്കിടപ്പുണ്ട് കേട്ടോ. നല്ല സ്ഥലം എടുത്തോണ്ട് പോയിട്ട് വയറുവേദനയ്ക്കായിരുന്നു നല്ല ഭംഗി. ഇപ്പൊ ആ ഭംഗിയൊക്കെ പോയി. എന്താ വെച്ചാൽ എല്ലാം നേരത്തെ ഏലമൊക്കെ നട്ട് കഴിഞ്ഞപ്പോഴേ ഇവിടെയൊക്കെ ജാതിക്ക വീണ് കിടക്കുന്നുണ്ടാ. ഇതിലെ കൂടെ ഒക്കെ ജാതിക്ക. അപ്പം നമുക്ക് ഇവിടെ ഓർഡറെടുക്കാം. വേണ്ട, തടിപൊളി നല്ല പഴുത്താട്ടോ. ഇവിടെ കുഞ്ഞെ ഇതൊന്ന് കടിച്ചു തന്നേടി. അത് വേണ്ട, അത് മുത്തില്ല. കള എന്താടാ പതുക്കെ. തമ്പുരു ഞങ്ങളുടെ ഒപ്പം പോടാ. തമ്പുരു നിൽക്കെവിടെ? പറഞ്ഞിട്ട് കേൾക്കാത്ത ആന്റിയുടെയൊക്കെ കൂടെ നിന്നിട്ട് നിൽക്കെവിടെ? ഇവിടെയൊക്കെ നല്ല രസമായിരുന്നു. ചെറിയൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മാറി മൊത്തം ഏലം വെച്ചു. ഇവിടെ ഒരു ബംബ്ലീസ് നാരങ്ങയൊക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ തോടുകൾ കേട്ടോ. വെള്ളമൊന്നുമില്ല. ഇവിടെ തോടായിരുന്നു കേട്ടോ. തുണി അലക്കാനേ വെച്ചിരുന്ന തോടായിരുന്നു. ഇത് വേനൽക്കാലത്തും ഉണ്ടായിരുന്നു വെള്ളമൊക്കെ. വെള്ളമുണ്ട് ഇവിടെ, ഇങ്ങോട്ടില്ല എന്നുള്ളൂ. ഞാനും ജാതിക്ക കഴിക്കും കേട്ടോ. ജാതിക്ക എനിക്ക് കടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പാടാ കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ തോടുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്താ ചെറിയ തോടായിരുന്നു കേട്ടോ. നേരത്തെ ഇവിടെ ആയിരുന്നു ഞങ്ങൾ അലക്കാനും കുളിക്കാനും ഒക്കെ വന്നിരുന്ന സ്ഥലം. പിന്നെ വേണ്ട ഒരു കുഞ്ഞി കുളമായിരുന്നു. ഈ കുളത്തിൽ നിന്നാണ്. ഇവിടെ പാമ്പൊക്കെ ഉണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇങ്ങോട്ട് വാ. കുളത്തിലിപ്പോൾ മീനാന്ന് തോന്നുന്നു. വേണ്ട വേണ്ട. യോ ഇങ്ങോട്ട് വാ. തമ്പുരി ഇറങ്ങടാ. പാമ്പ് കാണൂടാ കല്ലിൻ്റെ കെട്ടിലൊക്കെ. അതിലൂടെ പോണ്ടേ? കയറി ഇതിൽ കയറി. അതിൽ പോണ്ട. ഇതിൽ വാ. ഇതിൽ പോ. വാ. ഞാൻ ഫ്രണ്ടിൽ നടക്ക്. പോ. നിന്റെ ഫ്രണ്ടിൽ പാമ്പ് പാമ്പ് പാമ്പ്. ഇതിൻ്റെ അകത്ത് കയറിപ്പോയി. എന്ന കളറാ? അയ്യോ എന്ത് കളറ്? കളർന്ന് നീർക്കോലി ആയിരിക്കും. എൻ്റെ അമ്മേ നീർക്കോലിയാ. പോടാ. അവിടെ ഉണ്ടാവും എപ്പോഴും. പേടിപ്പിക്കില്ലടാ. സൂക്ഷിച്ചു പോണേ. നമ്മൾ പാറച്ചോട്ടിൽ വന്നേട്ടാ. പാറച്ചോട്ടില്ല, പാറയുടെ മേളിൽ വന്നേട്ടാ. തമ്പുരു ആദ്യം ഇരിക്കുക. ആരാ? ഏതൊരുത്ത്? എന്തി? മതി മതി. കമ്പന്തിയടാ. വേണ്ട വേണ്ട ഇങ്ങോട്ട്. പയ്യ ഇറങ്ങണം ചേച്ചി. ഞങ്ങൾ പോവാട്ടോ. ബാക്കിയെല്ലാം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. പോടാ അങ്ങോട്ട് വടിയും പറക്കാണ്ട്. നാളെ വിറകുണ്ടാക്കണം. എന്തോരം പണിയുണ്ട്. നാളെ നേരത്തെ എഴുന്നേറ്റ് ഇറങ്ങി പോകണം. നാളെ 6-7 മണിക്കെങ്കിലും പ്രവാസം എടുക്കാൻ പോകണം.
പാമ്പ് അവിടെ കാണും, സൂക്ഷിച്ചു പോണേ. പ്ലാമ്പിനല്ലടാ പാമ്പ്. പ്ലാമ്പിളോ? എന്തൊരു പ്ലാമ്പിള്? അതെനിക്കവിടെ വേണ്ട, അവിടെ നിന്ന് അട്ടത്തോട് വരുന്നേ. പോ വലിയ ചേമ്പിന്താള് കണ്ട, കാട്ടുചേമ്പ് വന്നു കേട്ടോ. പൊക്കോ വരാം. ആരുടെ GT5 GT6 എനിക്കിഷ്ടമല്ലാത്ത, അത് കയറ്റമല്ലേ, അങ്ങോട്ട് ഇറങ്ങി പോന്നു. അവന്മാര് വീട്ടിൽ ചെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കിടിഞ്ഞ് കിടക്കുക. അപ്പോൾ തിരിച്ചു വന്നിട്ട് കുളിക്കാനുള്ള പരിപാടിയിലാണ് ലിജിമോൾ. അപ്പോൾ എൻ്റെ തലയ്ക്കൊന്ന് മസാജ് ചെയ്ത് തരായിരുന്നു കേട്ടോ. നമുക്ക് വെല്ലാണ്ടിയുടെ സാരി ഒന്ന് നോക്കാം കേട്ടോ. സാരി കളക്ഷൻസ് കാണാൻ വെല്ലാണ്ടിയുടെ. വാ, അതുപോലെ തന്നെ തിരിച്ച് മടക്കി വെച്ചേക്കാവേ. മടക്ക് നിവൃത്തുണ്ടല്ലോ, അതിനകത്തില്ലല്ലോ. ചോദിക്കേടാതെ എല്ലാം ഇതുണ്ടോ സെറ്റാക്കി വെച്ചിരിക്കുവാണ്ടത്. അതെ, ബ്ലൗസും ഉണ്ടോ, സൂപ്പർ ആണ്ടത്. നല്ല അടിപൊളിയായിട്ട്. അല്ല ബ്ലൗസ് കൊള്ളാലേ. എന്റെ പാവാടയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇന്നലെ പോലെ 20 GB ചെയ്യില്ലെന്ന് പറ. ഇതുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇതൊക്കെ പഴയ സാരിയാണ് കേട്ടോ. എന്നാലും എല്ലാം നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയായിട്ട് അത് തന്നെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ബ്ലൗസ് അതിന് പാകത്തിനുള്ള എല്ലാൻ്റെ അവിടെ നിന്ന് ചിരിക്കുവാടേ. 2, 3 എല്ലാത്തിനും അതിൻ്റെതായ ബ്ലൗസൊക്കെ ബ്ലൗസ് ഉണ്ട്. ഇത്രയും സെറ്റാക്കി വെക്കാൻ എലിക്കുട്ടിയപ്പോ വെക്കുന്നുണ്ടോ? ഒരു ബാഗിനകത്താ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നല്ല സാരി. അതിന്റെ പാവാട അതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ട്. അതിന്റെ ബ്ലൗസ് തന്നെയാണ് അത്. അങ്ങനെ ഇടുവല്ലോ. എനിക്കിങ്ങനെ ഇന്ന ബ്ലൗസ് ഒന്നും വേണ്ടല്ലോ. ഇത് നോക്കി, ഇത് വാവയുടെ സെലക്ഷനാണ് കേട്ടോ. അതിന്റെ ബ്ലൗസ് കഴിച്ചല്ലോ. കൊള്ളാലേ. ഇത് ഇല്ലാല കുഞ്ഞാച്ചിയുടെ കല്യാണത്തിന്, അല്ല ഷിജ കുഞ്ഞാച്ചിയുടെ കല്യാണത്തിന്, മീൻസ് കുഞ്ഞാച്ചി നിജോ ചേട്ടയുടെ കല്യാണത്തിന് 3 പേർക്കും ഒരുപോലെ. ചാച്ചിയമ്മയ്ക്ക്, അന്നക്കുട്ടിയമ്മയ്ക്ക്, എലിക്കുട്ടിയമ്മയ്ക്ക്. പഴയ മോഡൽ സാരി. ഇത് നല്ല രസമല്ലേ, ഇത് ഉടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് അത് എലിക്കുട്ടിയുടെയാണ്. അതെ, എനിക്കിഷ്ടമുള്ള ഒരു സാരിയാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. എൻ്റെ ബ്ലൗസും അതിൻ്റെ കൂടെ തന്നെ. ഞാൻ പണ്ട് സ്കൂളിൽ നാടകത്തിന് എടുത്തോണ്ട് പോയ സാരി എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയാം ഇതിന്. ഇത് പറയാൻ പാക. ഇതിനെത്ര ഇത് അടിപൊളി സാരിയാണ് കേട്ടോ. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ പഴയ സാരി, ഒരുപാട് പഴയ മോഡൽ സാരി. ഇതുവാണെങ്കിൽ ഒരുപാട് പഴയതാണ് കേട്ടോ. അയ്യോ, ഇത് വർഷങ്ങൾ, എത്ര വർഷം പഴക്കമുണ്ടാവും സാരി കാച്ചമ്മേ? എനിക്ക് തോന്നുന്നത് 10-30 വർഷമായിട്ടുണ്ടാവും സാരി. 30 വർഷത്തിന് മേലായിട്ടുണ്ട്. ഏത് സെറ്റ് സാരി കേട്ടോ. ഇത് കുടുംബശ്രീയുടെ വല്ല അയക്കായിരിക്കും അല്ലേ? ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ എല്ലാവരുടെ സാരി കളക്ഷൻ. അതെ, അടിപൊളി. വെറുതെ ഇന്നിപ്പോ ഒന്ന് സാരി കളക്ഷൻ വെറുതെ നോക്കാലോന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. എന്താ അതുപോലെ തന്നെ മടക്കി വെച്ചേക്കാം. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അതേ നല്ല ഷെയ്ഡാണ്, നല്ല കളറാണ്. നല്ല ഇഷ്ടപ്പെട്ട സാരി. ഏതാ പള്ളി കൊണ്ടോണ്ടേന്ന് സെലക്ട് ചെയ്ത് കൊടുറി. എന്നാ അതെടുക്ക്. ഇത് വേണോ? ഇത് ഇത്തിരി കളറല്ലേ? ഇത് സിജോന്റെ. ഇത് കൊടുത്തു. ഇത് പോരെ നാളെ? ഇത് മതി. മുകളിൽ തന്നെ വെച്ചേക്കാം.
അതെ അങ്ങനെയൊക്കെ ഇത്രേ ഉള്ളൂ വെല്ലാണ്ടിയുടെ സാരി എന്ന് പറയണേ. പിന്നെ ഇതില് വേറൊരു രസമുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേറെ ഒരാളുടെ സാരി കളക്ഷൻ ഞങ്ങൾ കാണിച്ചു. വീട്ടിലെ ഡ്രസ്സില്ലേ ഒന്നുമില്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ എവിടെ ഉണ്ടോ? അതിന് ബ്ലൗസ് തയ്ച്ചു കാണില്ല. അപ്പോൾ ഇത് അടിപൊളി നല്ല സാരിയൊക്കെ എടുത്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പട്ട് സാരിയാന്ന് തോന്നുന്നു. അടിപൊളി നല്ല കളറല്ലേ മജന്ത. നല്ല സാരി. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. കളറ് പക്ഷെ നന്നായിട്ട് ചേരും, സ്കിന്നിന് ചേരും ചേച്ചിയമ്മ. കൊള്ളാം. ഇതും കൊള്ളാം. എനിക്കിത് ഇഷ്ടപ്പെട്ടെ. കണ്ടോ സ്കിന്നിന് നല്ല കളറാ. ഇതോ ആരെ ലിതിയുടെയാ? ഇത് ഇതിന്റെ കറുപ്പുള്ളല്ലേ ഇതിനകത്ത്, അത് തന്നെ. അതെ ഇത് കൊടുക്കുന്നുണ്ടോ നാളെ? നല്ല ഭംഗിയാ ചേച്ചമ്മ. അത് കൊടുത്തു കഴിഞ്ഞാൽ കളറ് നമ്മുടെ സ്കിന്നിന് കളർ കൂടും. നാളെ വെളുതുക്കോലി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. നല്ല ഉടുത്തല്ലേ പോണ്ടത് എവിടെയൊക്കെ പോയാലേ. നമ്മളെപ്പോഴാണ് നടന്നാലും നന്നായിട്ട് നല്ലത് പുതിയതൊക്കെ ഇട്ട് കിടക്കണം. ഞാൻ ഒരു പുതിയത് മേടിച്ച 10 പ്രാവശ്യം അത് തന്നെ ഇടും. അതിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് തീർത്തിട്ട് അടുത്തിടും. നോക്കട്ടെ പേപ്പറൊക്കെ ചാടി കിട്ടാതെ അടയുമല്ലോ. ഒത്തിരി ഇടം കിടക്കും. ഇതൊക്കെ അടക്കി പറക്കി വെക്കട്ടെ. സിബില്ലല്ലേ അതിന്റെ മേളിലേക്ക് തുണി ഇടണം. തുണി ഇട്ടിട്ട് അടച്ചാൽ ആധുനികകാല പെട്ടികളൊക്കെയാണ് വെല്ലാണ്ടിയുടെ. അതൊക്കെ എത്ര വർഷം നമ്മുടെ അമ്മയുടെ ഇവിടെ അമ്മയുടെ പെട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? അമ്മയുടെ ഇതൊക്കെ കളഞ്ഞോ? മറ്റേ ഇതൊക്കെ ഇരുന്നത്, ഷാളൊക്കെ ഇരുന്നേ. ഡ്രസ്സല്ല ഷാളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ദുഃഖവെള്ളിയായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അമ്മയൊക്കെ പള്ളി കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ പാറയിലൊക്കെ ഒന്ന് പോയി. ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് ചുമ്മാ ഇരുന്നപ്പോൾ ചാച്ചിയമ്മയുടെ സാരി കളക്ഷൻസൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഇന്ന് വരെ തന്ന സപ്പോർട്ട് മുന്നോട്ടും തരണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നാളെ മുതൽ നമുക്ക് നല്ല പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.